ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നടന്ന എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ മീനിങ് ഓഫ് ഫിനാൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, എന്താണെന്നുള്ളത്. ഫിനാൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ ഈ അപ്രോച്ചുകളും ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രമാത്രം നോക്കിയാൽ മതി. ഇനി നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നിർബന്ധമായിട്ടും അത് പഠിക്കുക. അതേപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യവും അതേപോലെ തന്നെ അതിൻ്റെ റീസണും ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത് പഠിക്കുക. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ ടൈം വാല്യൂ എന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക്, കാരണം എന്താ വെച്ചാൽ ടൈം വാല്യൂ എന്താണെന്നുള്ളതും അതിൻ്റെ റീസണും നീഡും ഒന്നിച്ച് വരുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ടെക്നിക്കുകളും കൺസെപ്റ്റുകളും ഒന്ന് മനസ്സിലാക്കുക. എന്താണ് കോമ്പൗണ്ടിങ്, എന്താണ് ഡിസ്കൗണ്ടിങ് എന്നുള്ള കാര്യം. പിന്നെ ഈ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് പറ്റാവുന്നവർ പഠിച്ചു വയ്ക്കുക, അത്രമാത്രം അവിടെ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആനുവിറ്റി എന്താണുള്ളതെന്ന് നിർബന്ധമായി പഠിക്കുക. ആനുവിറ്റി അതേപോലെ പെർപെച്വിറ്റി, ഈ രണ്ടെണ്ണം എന്തായാലും പഠിക്കുക. 3 മാർക്സിന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡിഫറൻസുകൾ പഠിക്കുക. ആനുവിറ്റിയും പെർപെച്വിറ്റിയും തമ്മിലുള്ള ഡിഫറൻസുകൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇൻട്രസ്റ്റ് എന്താണ്, ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഇതിൻ്റെ കാൽക്കുലേഷനും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഒരു 3 മാർക്സിനൊക്കെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം 3 മാർക്സിന്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും എന്താണെന്നുള്ളതും ആ ഇക്വേഷൻ ഒന്ന് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ റിക്കവറി എന്താണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ക്യാപിറ്റൽ റിക്കവറി എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതേപോലെ ഇതൊക്കെ 3 മാർക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ പറയുന്നത്. എന്താണ് അമോർട്ടൈസേഷൻ, 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. 3 മാർക്സിൻ്റെ അമോർട്ടൈസേഷൻ ഷെഡ്യൂള്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു എസ്സേക്കൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഈ ഡിഫറൻസുകളും. അപ്പോൾ അതിന്നൊരു 3 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റിയും എനിക്ക് അതിന്ന് വരാൻ സാധ്യത ഉള്ളത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു കാൽക്കുലേഷൻ, ഇൻട്രസ്റ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ കാര്യങ്ങളും അത്ര മാത്രം മതി. അതിന് അത്ര സമയം കൊടുത്താൽ മതി ഫസ്റ്റ് ചാപ്റ്ററിന്. കാരണം നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ 16 മാർക്കിന് വരെയാണ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് ചാപ്റ്റർ അല്ല കേട്ടോ, ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് ആദ്യത്തെ ചാപ്റ്ററും വരുന്നുണ്ട്, രണ്ടാമത്തെ ചാപ്റ്ററും വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും കൂടിയാണ് 16 മാർക്കിനെ അതൊന്ന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം വാല്യൂ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളാണ്. ഈ ആനുവിറ്റി പെർപെച്വിറ്റി പഠിക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ റിക്കവറി, ലോൺ അമോർട്ടൈസേഷൻ ഒക്കെ തിയറി ആൻഡ് പ്രോബ്ലം എന്താണെന്നുള്ളത് ഒന്ന് നോക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞതൊക്കെ 3 മാർക്സിന് വരാനുള്ള സാധ്യത അവിടെ ഉള്ളൂ, അധികം കാണുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പ്രോബ്ലംസും ആ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടഫായിട്ടുള്ള പോർഷൻ വന്നാലും അതിന്ന് കൂടുതൽ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കി ബാലൻസ് ചെയ്താലും മാർക്ക് കിട്ടുമായിരിക്കും എന്തായാലും. സെക്കൻഡ് ചാപ്റ്റർ പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ടതില്ലാത്തതില്ല, എല്ലാം പഠിച്ചേ മതിയാവുള്ളൂ. കാരണം അത് പക്ക തിയറി ചാപ്റ്ററാണ്. അത് മാത്രമല്ല അവിടെ നമുക്ക് 3 മാർക്സിനും അതേപോലെ തന്നെ 6 മാർക്സിനും എസ്സേക്കും ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലത്തെ തിയറി നന്നായിട്ട് പഠിച്ചോളുക. എന്താണ് ഇക്വിറ്റി ഷെയർ, ഇക്വിറ്റിയുടെ ഫീച്ചർ, അഡ്വാൻറ്റേജ്, അതുപോലെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അതാ ഞാൻ പറഞ്ഞത് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത് പഠിക്കുമെന്ന് പറയാനില്ല, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോക്കിക്കോളുക. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസും അഡ്വാൻറ്റേജസും ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള കൈൻഡ്സോ, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 മാർക്സ് 6 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ അതിന് വരെ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലിനിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഇന്നത് ഇമ്പോർട്ടൻ്റ് പറയാനില്ല.
എന്താണ് ലീസ് ഫിനാൻസിങ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ലീസ് ഓപ്പറേറ്റിംഗ് ലീസ് തമ്മിലുള്ള ഡിഫറൻസുകൾ, ഹൈബ്രിഡ് ഫിനാൻസിങ് അഡ്വാൻറ്റേജസ്, ആ തിയറി, ഏഞ്ചൽ ഇൻവെസ്റ്റിങ്, വെഞ്ചർ ക്യാപിറ്റൽ, അതേപോലെ ഡിഫറൻസുകൾ. ഇതിലൊന്നും ഒഴിവാക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇതെല്ലാം പഠിക്കേണ്ടതുണ്ടോ ചോദിക്കും, പക്ഷേ ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പ്രൈവറ്റ് ഇക്വിറ്റി, വെഞ്ചർ ക്യാപിറ്റൽ, ഇതൊക്കെ 3 മാർക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 3യും 6നും എസ്എയ്ക്കും ഒക്കെ ചാൻസ് ഉള്ള പാടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ചു പോവുക. തേർഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 3 മാർക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് പഠിച്ചോളാം. ഫീച്ചേഴ്സ് പഠിച്ചോളാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അസംഷൻസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതിൽ ഇനി നോക്കേണ്ട ഒരു കാര്യം കമ്പ്യൂട്ടേഷനാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ കമ്പ്യൂട്ടേഷനിൽ പ്രധാനമായിട്ടും ഇവിടെ വരുന്ന ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റെയിൻ, ഈ 4 എണ്ണമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. ചിലപ്പം ഇതിലത്തെ ഏതെങ്കിലും ഒരു കാര്യം കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം. അതിൽ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ടതെന്നുള്ളത്. അതിൽ ഇപ്പോൾ ഏത് ചോദിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് വല്ലാണ്ട് ടഫുള്ള പോർഷൻസ് നിങ്ങൾ ഒഴിവാക്കിക്കോളും. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെയും പ്രിഫറൻസും ഇക്വിറ്റിയും ഒക്കെ ചെറിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കി പോവുക. കാരണം അതിൽ നിന്ന് ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഒന്ന് നന്നായി പഠിച്ചു. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ അപ്രോച്ച്, അത് നന്നായിട്ടൊന്ന് പഠിക്കുക. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റുകളൊക്കെ. പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതെന്തായാലും പഠിച്ചു പോവുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ്, അത്രയും കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കിക്കോളൂ. കാരണം നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതിൻ്റെ ഫീച്ചേഴ്സ്, അസംഷൻസ്, മെറിറ്റ്, അതെല്ലാം പഠിക്കുക. എന്നിട്ട് ബാക്കി ആ കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. പക്ഷേ ഏതാണെന്നറിയില്ല. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റോ, ഇക്വിറ്റിയോ, പ്രിഫറൻസോ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അതിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് പഠിക്കുക. പിന്നെ അതിൽ വെയ്റ്റഡ് ആവറേജും CAPM മെത്തേഡും അത് നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഇതാണ് WACCയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. അപ്പോൾ ഇത് എന്തായാലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായാലും ഒന്ന് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫസ്റ്റ് വരുന്ന തിയറി പോർഷൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ്, ക്യാപിറ്റലൈസേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസുകൾ, ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻസ് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇത് SA ക്വസ്റ്റ്യന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും ഇതിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടറും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടറും ഉണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് എന്ന് ചോദിച്ചാൽ ഈ 2 ഫാക്ടർ നിങ്ങൾ എഴുതി SA കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ 6 മാർക്കിനെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ ചോദ്യം വരാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടർ മാത്രമോ അല്ലെങ്കിൽ എക്സ്റ്റേണലോ മാത്രമായിട്ട് അതിൽ ചോദിക്കാം. പിന്നെ ഇത് പഠിക്കുക നിർബന്ധമായിട്ട്. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതും അതിൻ്റെ എസെൻഷ്യൽസ് ഇവിടെ താഴെ പറയുന്നുണ്ട്. അത് 6 മാർക്കിനോ അല്ലെങ്കിൽ 9 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പഠിക്കാം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ 4 തിയറീസ്, നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ്, ട്രഡീഷണൽ, മോഡിഗിലാനി, അതാണ് ഇനി ഈ 4 ചാപ്റ്ററിലും 4 പോയിന്റ് വരുന്നത്. അതിൽ എന്താണ് നെറ്റ് ഇൻകം തിയറിയും അസംഷൻസും പഠിക്കുക. നെറ്റ് ഇൻകം തിയറിയും അതിൻ്റെ അസംഷനും എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ NOI തിയറിയും പഠിക്കുക, അതിൻ്റെ അസംഷനും പഠിക്കുക. അപ്പോൾ 2 തിയറിയും അസംഷനും നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്
എന്താണ് MM തിയറി? നിർബന്ധമായി നോക്കേണ്ടതാണ്. MM തിയറിയുടെ തിയറി പോർഷൻസ് എങ്കിലും പഠിച്ചു വയ്ക്കുക. MM തിയറി എന്താണെന്നുള്ളതും അസംഷൻസും. അപ്പം 3 തിയറി എന്താണെന്നുള്ളതും അതിൻ്റെ അസംഷനും പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ് MM തിയറിയുടെ ലിമിറ്റേഷൻ. MM തിയറിയുടെ ലിമിറ്റേഷൻ, അത്രയും കാര്യങ്ങൾ അതിൽ എന്തായാലും പഠിക്കേണ്ട പോയിന്റുകളാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. EBIT EPS അനാലിസിസ് എന്താണെന്നുള്ളത് 3 മാർക്സ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഫീച്ചേഴ്സും ഒന്ന് നോട്ട് ചെയ്യുക, ഫീച്ചേഴ്സും ഒന്ന് പഠിക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജും EBIT EPSുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ക്വസ്റ്റ്യൻസ് എന്താണ് EBIT EPSും അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ലിമിറ്റേഷനും, അത്രയും കാര്യങ്ങൾ ആ ഒരു തിയറിയുടെ പോർഷനിൽ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ 3 മാർക്സിനും ചോദിക്കാം, essay ആയിട്ട് വരെ ചോദ്യം വരാം, 6 മാർക്കിനുള്ള ചോദ്യത്തിലും വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതിൻ്റെ ബെനിഫിറ്റ്, ലിമിറ്റേഷൻ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതിൻ്റെ ബെനിഫിറ്റുകൾ, ലിമിറ്റേഷൻസ്, ഡിഫറൻസ് പഠിച്ചോളുക, ROIയും ROEയും തമ്മിലുള്ളത്, അഡ്വാൻറ്റേജ്, ഈ രണ്ടെണ്ണത്തിനും കൂടിയിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇതെന്നൊക്കെ തിയറി ധാരാളം വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രോബ്ലം ടഫാണെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ട്രൈ ചെയ്യേണ്ട. തിയറി പാർട്ട് ഇതിൽ നന്നായിട്ട് പഠിക്കും. വലിയ കുഴപ്പമുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കുറവാണെന്ന് വിചാരിക്കുന്നു. ഇരുന്നാലും നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിർബന്ധമായും പഠിക്കേണ്ടത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ പഠിക്കുക, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിച്ചോളൂ. ഇതൊക്കെ 3 മാർക്സിന് ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ക്യാപിറ്റൽ ബഡ്ജറ്റിങ് അതേപോലെ പിന്നെ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത ഉള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, കാരണം ഇതിൽ 9 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ് എന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. ഇനി ഇത് ശരിക്കും essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നിങ്ങൾ essay എഴുതുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ഒന്ന് ട്രഡീഷണൽ ടെക്നിക്കും പിന്നെ ഒന്ന് മോഡേൺ ടെക്നിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹെഡിങ് ആയിട്ട് ഇത് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് എന്ത് കാണിച്ചാൽ മതി, ട്രഡീഷണലും മോഡേണും കൊടുക്കുക. ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ എഴുതാം. ഓക്കെ, 3 പോയിന്റ് കാണിക്കുക. മോഡേൺ പറഞ്ഞിട്ട് അതിൻ്റെ പോയിന്റുകളും കാണിക്കുക. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് തിയററ്റിക്കലി എഴുതിയാലും മതി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിന്ന് ചെറിയ ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. പേ ബാക്ക് മെത്തേഡോ പോസ്റ്റ് പേ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ പറ്റാവുന്നവർ പഠിക്കുക, കാരണം അതിനൊരു സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കി നിങ്ങൾ തിയററ്റിക്കലി പിന്നെ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. കമ്പ്യൂട്ടേഷൻ ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് ഒന്ന് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ പറ്റാവുന്ന ആളുകൾ പഠിക്കുക, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. NPV, ARRും IRRും ഈ 3 എണ്ണമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ള പ്രോബ്ലവും അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഈ മെത്തേഡ്സിൻ്റെ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് 3 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒക്കെ മെറിറ്റും ഡിമെറിറ്റുകളും നോക്കുക. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു IRR മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് സിമിലാരിറ്റി ഇതൊക്കെ 6 മാർക്കിനൊക്കെ ചോദ്യം വരാം. 3 മാർക്കിനും ചോദിക്കാം. NPV IRR എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ. ഓക്കെ, പിന്നെ പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് മെത്തേഡ്സ് ഓഫ് ടെക്നിക് ഓഫ് റിസ്ക് അനാലിസിസ്. ഇതിൽ 3 മാർക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് സെൻസിറ്റിവിറ്റി അനാലിസിസ് പഠിച്ചോളുക, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്ന് നോക്കുക. വാട്ട് ഇസ് സിനാരിയോ അനാലിസിസ്, അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് നോക്കുക. അപ്പോൾ റിസ്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളത് മൊത്തത്തിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ 3 പോയിന്റ് എഴുതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത് റിസ്ക് അനലൈസ് ചെയ്യാനുള്ള 3ാമത്തെ മെത്തേഡാണ് മോണ്ടി കാർലോ സിമുലേഷൻ. ഇതെന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പ്രോബ്ലം ചാൻസ് ഉള്ളത് ഈ ഒരു ചാപ്റ്റർ എന്നാണ്. അപ്പോൾ ARൻ്റെ കാൽക്കുലേഷൻ പഠിച്ചോളുക, പേ ബാക്ക് പീരീഡ് കമ്പ്യൂട്ട് ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങൾ പഠിച്ചു വരികയെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോബ്ലമാണ്. പേ ബാക്ക്, പോസ്റ്റ് പേ ബാക്ക്, അതേപോലെ ARR, NPV, IRR, ഇത്രയും പ്രോബ്ലംസ് നല്ല സാധ്യത ഉള്ളതാണ്, ചോദിക്കാൻ സാധ്യത ഉള്ള ഈ ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഇതിൻ്റെ തിയറി എല്ലാം പഠിച്ചോളുക, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് ഡിസിഷൻ? ഇവിടെ നിങ്ങൾക്ക് 6 മാർക്കിന് വരാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. ഇനി ഇത് നിങ്ങൾ പഠിക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. വാട്ട് ഇസ് സ്ക്രിപ്പ് ഡിവിഡൻഡ് ചോദിക്കാം, അതേപോലെ വാട്ട് ഇസ് ക്യാഷ് ഡിവിഡൻഡ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് 6 മാർക്കിന് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിവിഡൻഡ് എന്താണെന്ന് പഠിക്കുക, അത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിവിഡൻഡ് പോളിസി 3 മാർക്സിൻ്റെ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. നിർബന്ധമായിട്ടും പഠിക്കുക. ഫാക്ടേഴ്സ് എന്താണ്? ഇന്റേണൽ ഫാക്ടേഴ്സ് മാത്രം ചോദിക്കാം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രം ചോദിക്കാം. അത് രണ്ടും കൂടിയായിട്ട് എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പം എന്തായാലും ഇത് 6 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ 6 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ 6 മാർക്കിനും ഇത് ചോദിക്കാം. അല്ലെങ്കിൽ ഇന്റേണൽ മാത്രമായി ചോദിക്കുക, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി. എത്ര പോളിസികൾ ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യാം. അതിൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റുകളും ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്കിന് മാത്രമായിട്ട് ഒരു ചോദ്യം വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഡിവിഡൻഡ് പോളിസി ചോദിച്ചിട്ട് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും മാത്രമായിട്ടും ചോദ്യം വരാം. അതുകൊണ്ട് ഇതിൻ്റെ തിയറി ഒന്നും വിട്ട് കളയേണ്ടതില്ല, അത് പഠിക്കുക. MM തിയറി എന്താണ്, അസംഷൻസ്, MM തിയറി ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ മാത്രം പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് MM തിയറിയുടെ തിയറിറ്റിക്കൽ പോർഷൻ മാത്രം. എന്താണ് MM തിയറി പഠിക്കുക, അതിൻ്റെ അസംഷൻ പഠിക്കുക, ക്രിറ്റിസിസം പഠിക്കുക. അത്രയും പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തവർ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക. എന്താണ് വാൾട്ടേഴ്സിൻ്റെ ഡിവിഡൻഡ് തിയറി എന്ന് പഠിക്കുക, അതിൻ്റെ അസംഷൻസ് പഠിക്കുക, ക്രിറ്റിസിസവും. പിന്നെ ഗോർഡൻ മോഡൽ എന്താണെന്നുള്ളതും അസംഷനും ക്രിറ്റിസിസവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചോദിച്ചാൽ കിട്ടില്ല എന്ന് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ തിയറി പോർഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് FM എനിക്ക് തോന്നുന്നു ശരിക്കും ഒരുപാട് പ്രോബ്ലം ഉള്ള ഒരു പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ചെറിയ രീതിയിൽ മാത്രമേ ചോദിക്കാൻ സാധ്യത ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. എന്നിരുന്നാലും പറ്റാവുന്ന ആളുകൾ മാക്സിമം പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്തോളാം. തീരെ പ്രോബ്ലം ചെയ്യാൻ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഈ മൊമെൻറ്റിൽ അതിന് വേണ്ടി നിൽക്കാതെ ബാക്കിയുള്ള തിയറി പോർഷൻസ് നന്നായിട്ട് കവർ ചെയ്യാം. എന്നിരുന്നാലും ജയിക്കാനുള്ള മാർക്ക് അവിടെ ഷുവറായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എക്കണോമിക്സിൽ നമ്മൾ വീണ്ടും പറയണം, അത്രയും എടുത്തെടുത്ത് ഞാൻ പറഞ്ഞ പോയിന്റുകൾ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതെ തന്നെ. ഓക്കെ, താങ്ക് യു.